പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി. കോൺഗ്രസ് അക്രമത്തിൽ വടകര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. മേഘ മാധവൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മേഘ, അതായത് കഴിഞ്ഞ ദിവസത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇന്നിപ്പോൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണ് ഈ സംഘർഷത്തിലേക്ക് കലാശിക്കുന്നത്? അവിടെ എങ്ങനെയാണ് ഈ ഷാഫി പറമ്പിൽ MP എത്തുന്നത്? ഭദ്ര, അതായത് ഗവൺമെന്റ് കോളേജിലെ SFI വിജയത്തിന് പിന്നാലെ വ്യാപക അക്രമം ഇന്നലെ രാത്രിയിൽ തന്നെ പേരാമ്പ്രയിൽ UDFന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. എന്നാൽ പിന്നീട് UDF തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി വടകര നഗരത്തിൽ. ഇന്ന് രാവിലെ ഈ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് UDF പ്രവർത്തകർ നീങ്ങുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDFന്റെ ഒരു പ്രതിഷേധ പ്രകടനം ഇന്ന് നഗരത്തിൽ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് UDF പ്രവർത്തകർ ഒരു പ്രകടനവുമായി നഗരത്തിൽ എത്തിയത്. 5 മണിക്കാണ് UDFന്റെ പ്രകടനം ആരംഭിക്കുന്നത്. എന്നാൽ ആ പ്രകടനം ഷാഫി പറമ്പിൽ വരുന്നത് വരെ നീട്ടുന്ന നിലയിലേക്ക് UDF മാറി. അതായത് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തിരുന്നു ഷാഫി പറമ്പിൽ സ്ഥലത്ത് എത്തണമെന്ന്. 5 മണിക്ക് തുടങ്ങിയ പ്രകടനം ഏറെ വൈകി രാത്രി 7 മണി 8 മണി വരെ നീളുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് കടക്കുന്നത്. LDF പ്രവർത്തകർ ഈ പ്രതിഷേധ പ്രകടനവുമായി സ്ഥലത്ത് എത്തിയിരുന്നുവെങ്കിലും ഈ LDF പ്രവർത്തകരെ കൃത്യമായി തന്നെ സ്ഥലത്ത് പേരാമ്പ്രയിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ തിരിഞ്ഞു പോകണമെന്നൊരു ആഹ്വാനം നേതാക്കൾ നൽകിയിരുന്നു. അതിന് പിന്നാലെ LDF സ്ഥലത്ത് നിന്ന് പിരിഞ്ഞുപോയി. ഷാഫി പറമ്പിൽ ഈ സ്ഥലത്തേക്ക് എത്തിയതിന് പിന്നാലെ തന്നെ UDF പ്രകടനത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിൽ കല്ലേറ് പോലീസ് നേരെ ഉണ്ടായി. പോലീസിനെ പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. വടകര DYSP ഹരിപ്രസാദിനാണ് കൈക്ക് പരിക്കേറ്റത്. നിരവധി പോലീസുകാർ പരിക്കേറ്റു. ഈ കല്ലേറിന് പിന്നാലെ തന്നെ പോലീസ് ലാത്തി ഗ്രനേഡ് പ്രയോഗം ഉണ്ടായി. ഇതിലാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റു എന്നത് പുറത്തു വരുന്നത്. അതായത് ഷാഫി പറമ്പിലിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ലേറ് ഉൾപ്പെടെ ഏൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് കല്ലേറ് ഉണ്ടായത്. ഏതായാലും കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ടൊരു കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പേരാമ്പ്രയിൽ നടന്നത് എന്നത് വ്യക്തമാണ്. കാരണം വൈകിട്ട് 5 മണിക്കാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അവിടേക്ക് ഷാഫി പറമ്പിലിനെ ശരി മേഘ, ഇപ്പോൾ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ ചേരുന്നുണ്ട്. വസീഫ, അതായത് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതാണോ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം? അതായത് ഇത് ആസൂത്രിതമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകോപനം, അതായത് നമുക്കറിയാം ഈ പോലീസിന് നേരെ പോലും തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത്തരത്തിൽ ഒരു ജനപ്രതിനിധിയാണ്, ഒരു MP ആണ് അദ്ദേഹം. അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് എന്ത് അർഹതയാണുള്ളത്? അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുന്നത്. ഇവിടെ കൃത്യമായൊരു ആസൂത്രണം നടക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ് വസീഫ്. അതെ, നിങ്ങൾ പറഞ്ഞതിൽ വളരെ വസ്തുതയുണ്ട്. ഇവിടെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ തങ്ങൾ ജയിച്ചു എന്ന് അവകാശപ്പെടുക. മലബാറിലാകെ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ UDSF എന്ന് പറയുന്ന സംഘടന പൊളിഞ്ഞുപോയി. കോഴിക്കോട് കുന്നമംഗലം കോളേജ്, കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ കഴിഞ്ഞ തവണ ജയിച്ച UDSFൽ നിന്ന് ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി SFI തിരിച്ചുപിടിച്ചു. ആ ഒരു സാഹചര്യം കോഴിക്കോടും കേരളത്തിലും ഒക്കെ നിലനിൽക്കുക. ഇന്നിപ്പോ ഇവിടെ കേരളയിലും അതേ അവസ്ഥയാണ് ഉണ്ടായത്. UDSFന്റെ ഈ പറയുന്ന എല്ലാ സീറ്റുകളും കോട്ടക്കൊത്തളങ്ങളും എല്ലാം SFI തകർത്തു. അതിൽ വല്ലാതെ അരിശം പൂണ്ടിരിക്കുക ഇവര്. എന്നിട്ട് ഇന്നലെ ഒരു സീറ്റ് ജയിച്ചു എന്ന് പറഞ്ഞ് അവിടെ SFI കൊടിമരവും SFIക്കാരെയും ഒക്കെ മർദ്ദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകുന്നു ക്യാമ്പസിൽ. ആ സംഘർഷത്തിന്റെ തുടർച്ചയായി ജയിച്ച വിഭാഗം യൂണിയൻ ലഭിച്ച SFI പ്രകടനമായി പേരാമ്പ്രയിലേക്ക് വന്നു. അതിന്റെ പുറകെ ഒരു സീറ്റ് ലഭിച്ചു എന്ന് പറഞ്ഞ് KSU MSF ടീം പേരാമ്പ്രയിലേക്ക് പ്രകടനമായി വരുന്നു. ആ പ്രകടനത്തെയും 2 ഭാഗത്തേക്ക് പോലീസ് മാറ്റി നിർത്തുന്നു. അപ്പോഴും പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നു. എന്നിട്ടങ്ങ് ഹർത്താലിന് ഒരു ആഹ്വാനം കൊടുക്കുന്നു. ആ ഹർത്താൽ ദിവസം പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, സഖാവ് പ്രമോദിനെ. അങ്ങനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി അതിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിലെ ഇടതുപക്ഷ പ്രവർത്തകർ പ്രകടനം നടത്തുന്നു. ആ പ്രകടനത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു. ഹർത്താൽ അനുകൂല പ്രകടനത്തെ മറുഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു. ആ ഹർത്താൽ അനുകൂല പ്രകടനം ഇങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ അതിലേക്ക് കടന്നു വന്ന ഈ പറയുന്ന ജനപ്രതിനിധി ബോധപൂർവമായി ഒരു സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയിലേ കാണുന്നത്. കല്ലെറിയുന്നു പോലീസിന് നേരെ. മറുവകത്ത് ഇടതുപക്ഷ പ്രവർത്തകരുണ്ടല്ലോ, അവരനങ്ങിയിട്ടില്ലല്ലോ, അവരവിടെ നിൽക്കുകയല്ലേ, ഒരു സംഘർഷത്തിനും പോയിട്ടില്ലല്ലോ. എന്തിനാണ് ഈ ജനപ്രതിനിധി ഒരു നാടിനെ ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ ഉണ്ടായ
ഒരു ക്ഷീണമുണ്ട്, അല്പം ഒരു പേര് ദോഷവും ഒരു ചീത്തപ്പേരും ഒക്കെ ഉണ്ട് സമൂഹത്തിനുള്ളിൽ. അത് കോൺഗ്രസിനകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ആ ചീത്തപ്പേരിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറി വരണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ തക്കം പാത്ത് നടക്കുകയാണ് ഇദ്ദേഹം. തൊട്ടു മുമ്പ് ഇതേ പേരാമ്പ്രയിൽ, നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഫയൽ ഉണ്ടാകും, ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ പേരാമ്പ്രയിൽ ഒരു പ്രകടനം നടത്തി അതിന്റെ തുടർച്ചയായി പേരാമ്പ്രയിലും പരിസരത്തും ഒക്കെയായി മറ്റു മാധ്യമ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച വാർത്തയും അതിന്റെ കേസും സംവിധാനങ്ങളൊക്കെ അവിടെ വന്നില്ലേ? ആരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന്റെ തുടർച്ചയാ? ഇതേ ഷാഫി പറമ്പിലിന്റെ. ഇതാ പറഞ്ഞത്, വടകര കേന്ദ്രീകരിച്ച് ഒരു ജനപ്രതിനിധി തന്നെ ഒരു സംഘർഷത്തിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം കോൺഗ്രസിൽ. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഡിവൈഎഫ്ഐയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു നാടിനെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന ജനപ്രതിനിധിയെ നിലക്ക് നിർത്താൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തയ്യാറാകണം. നാട്ടിൽ സ്വൈര്യമായി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം ഇല്ലാതെയാക്കാൻ ഒരു ജനപ്രതിനിധി തന്നെ ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറകോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം തയ്യാറാകണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. വസീഫ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നേതൃത്വം അങ്ങനെയാണെങ്കിൽ ഇത് പല ഘട്ടത്തിൽ ഇത് ആവർത്തിച്ചിട്ടുള്ളതല്ലേ? വസീഫ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേരാമ്പ്രയിൽ മാത്രമല്ല, നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഇതാ ഈ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് പോലും നമ്മൾ കണ്ടതാണ്, ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നടത്തിയിരുന്ന അപക്വമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ പിന്നെ ഈ നേതൃത്വം ഇതിൽ ഏത് തരത്തിൽ ഇടപെടൽ നടത്താനാണ് വസീഫ്? അതെ, പേരാമ്പ്രയിൽ നടന്നതിന്റെ മുൻപ് ഞാൻ പറഞ്ഞു, പേരാമ്പ്രയിൽ തന്നെ ഒരു സംഘർഷമുണ്ടായി. വടകരയിൽ കാറിൽ നിന്നിറങ്ങി തന്റെ കൂട്ടാളികളെ കൊണ്ട് തെറിവിളിപ്പിക്കുകയും വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു ജനപ്രതിനിധി, ഒരിക്കലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. നിലമ്പൂരിൽ ഇതേ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ അക്രമമുണ്ടായി, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മാധ്യമപ്രവർത്തകർ ആ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പരാതി കൊടുത്ത വിഷയമുണ്ട്. എന്നിട്ട് ആ മാധ്യമ സ്ഥാപനത്തെ ഇപ്പോഴും ബഹിഷ്കരിച്ചിരിക്കുകയാണ് ആ കേസ് പിൻവലിക്കാത്തതിന്റെ പേരിൽ. നിലമ്പൂരിൽ ഉണ്ടായതുപോലെ തന്നെ പാലക്കാടും ഉണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായി ഒരു പ്രത്യേക സംസ്കാരം, ഒരു അക്രമ സംസ്കാരം കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ഈ എംപിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്.